ലോക ആരോഗ്യ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ് സ്ഥാപിതമായത്? ഉത്തരം 1948 ഏപ്രിൽ 7. 2025 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2023 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം എല്ലാവർക്കും ആരോഗ്യം. നിലവിൽ ലോകാരോഗ്യ സംഘടനയിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ട്? ഉത്തരം 193. ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ഏത് വർഷം മുതലാണ് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത്? ഉത്തരം 1950. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ജനീവ. ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 1. ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്ന ജൂലൈ 1 ആരുടെ ജന്മദിനമാണ്? ഉത്തരം BC റോയ് അഥവാ ബിധാൻ ചന്ദ്ര റോയ്. ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണ്? ഉത്തരം 6. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്, ചൈനീസ്, അറബിക് എന്നിവയാണ് ആ 6 ഭാഷകൾ. WHO പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 24. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഹിപ്പോക്രാറ്റസ്. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 4. എയ്ഡ്സ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 1. ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? ഉത്തരം 120/80 ml ഓഫ് മെർക്കുറി. ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം അഡ്രിനാലിൻ. രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പ്ലീഹ. വെളുത്ത രക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനയ്ക്ക് കാരണമാകുന്ന രോഗം ഏതാണ്? ഉത്തരം ലുക്കീമിയ അഥവാ രക്താർബുദം. എത്രയാണ് മനുഷ്യൻ്റെ ശരാശരി ഹൃദയമിടിപ്പ്? ഉത്തരം മിനിറ്റിൽ 72 തവണ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഉത്തരം കരൾ. ഔഷധങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പെൻസിലിൻ. മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യാവയവം ഏതാണ്? ഉത്തരം വൃക്ക. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ഉത്തരം സെറിബെല്ലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. കോശം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം റോബർട്ട് ഹുക്ക്. വാക്സിനേഷൻ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം എഡ്വേർഡ് ജെന്നർ. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സാമുവൽ ഹാനിമാൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ്? ഉത്തരം പല്ലുകളിലെ ഇനാമൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഉത്തരം രാജകുമാരി അമൃത് കൗർ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ എ. രക്തം കട്ടപിടിക്കാൻ കാലതാമസം എടുക്കുന്ന രോഗം ഏതാണ്? ഉത്തരം ഹീമോഫീലിയ. ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം മെലാനിൻ.
ജലദോഷത്തിന് കാരണമായ വൈറസ് ഏതാണ്? ഉത്തരം റൈനോ വൈറസ്. വിറ്റാമിൻ സിയുടെ രാസനാമം എന്താണ്? ഉത്തരം അസ്കോർബിക് ആസിഡ്. മനുഷ്യന് എത്ര ക്രോമസോമുകളുണ്ട്? ഉത്തരം 23 ജോഡി. ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഉത്തരം ഗ്ലൂട്ടിയസ് മാക്സിമസ്. BCGയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ബാസിലസ് കാൽമൈറ്റി ഗൂറിൻ. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം സ്കർവി. DTP അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ്? ഉത്തരം ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം കരൾ. അമിത മദ്യപാനം മൂലമുണ്ടാകുന്ന മാരകമായ കരൾ രോഗം ഏതാണ്? ഉത്തരം ലിവർ സിറോസിസ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം ഏതാണ്? ഉത്തരം നിശാന്തത. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ എ. രക്തദാന സമയത്ത് ഒരാളിൽ നിന്നും എത്ര മില്ലിലിറ്റർ രക്തമാണ് എടുക്കുന്നത്? ഉത്തരം 300 മില്ലിലിറ്റർ. ഹൃദയത്തെ പൊതിയുന്ന വസ്തുവിൻ്റെ പേരെന്താണ്? ഉത്തരം പെരികാർഡിയം. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം സർ തോമസ് ആൽബർട്ട്. ചിക്കൻ ഗുനിയ എന്ന രോഗം പരത്തുന്നത് ഏതിനം കൊതുകാണ്? ഉത്തരം ഈഡിസ് ഈജിപ്തി. വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ഗുരുതരാവസ്ഥയിലായ ഒരാളുടെ ജീവൻ നിലനിർത്തുവാൻ നൽകുന്ന രക്ഷാ നടപടി എന്താണ്? ഉത്തരം ഡയാലിസിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏതാണ്? ഉത്തരം തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏത്? ഉത്തരം നാഡീകോശം. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം പീനിയൽ ഗ്രന്ഥി. ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ഉത്തരം ആൽബർട്ട് ബ്രൂസ് സാബിൻ. വൈറസ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ദിമിത്രി ഇവനോവിസ്കി. ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ഉത്തരം ആൽബർട്ട് ബ്രൂസ് സാബിൻ. മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ്? ഉത്തരം 37 ഡിഗ്രി സെൽഷ്യസ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് ആരാണ്? ഉത്തരം ക്രിസ്ത്യൻ ബർണാഡ്. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗ്രിഗർ മെൻഡൽ. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം ത്വക്ക്. ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന മനുഷ്യാവയവം ഏതാണ്? ഉത്തരം നേത്രഗോളം. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വിജയവാഡ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏതാണ്? ഉത്തരം പീനിയൽ ഗ്രന്ഥി. വിറ്റാമിൻ എന്ന പദം ജീവകങ്ങൾക്ക് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം കാസിമർ ഫങ്ക്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ്? ഉത്തരം വിറ്റാമിൻ ഡി. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണമായ ഘടകം ഏതാണ്? ഉത്തരം കരോട്ടിൻ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? ഉത്തരം വൈറ്റമിൻസ്. ഏതിനം കൊതുകുകളാണ് മന്ത് പരത്തുന്നത്? ഉത്തരം ക്യൂലെക്സ് കൊതുകുകൾ. ചിക്കൻ ബോക്സ് എന്ന രോഗത്തിന് കാരണമെന്ത്? ഉത്തരം വൈറസുകൾ. ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവി ഏതാണ്? ഉത്തരം വൈറസുകൾ. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? ഉത്തരം H1N1. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം പാത്തോളജി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം
വൈറ്റമിൻ ഡി. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ സി. മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവമാണ്? ഉത്തരം വൈറ്റമിൻ സി. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ ഇ. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഉത്തരം ഷിക് ടെസ്റ്റ്. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗചികിത്സയ്ക്ക് ഉള്ളതാണ്? ഉത്തരം ക്ഷയം. കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ഉത്തരം വിബ്രിയോ കോളറ. കോവിഡ്-19 കാരണമായ വൈറസ് ഏതാണ്? ഉത്തരം കൊറോണ വൈറസ്. പെർട്ടൂസിസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം വില്ലൻ ചുമ.